ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന തേങ്ങ ഒട്ടും തന്നെ ചേർക്കാത്ത നല്ലൊരു വെള്ളച്ചമ്മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കൂടുതലായും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഇത് ഉണ്ടാക്കുന്നതെങ്കിലും തേങ്ങയ്ക്ക് വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനായി ആദ്യം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1.5 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകായത് കൊണ്ടാണ് ഞാൻ 1.5 എടുത്തേക്കുന്നത്. നീളം മുളകാണ് ഇതിൽ കൂടുതൽ നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 15 ചെറിയുള്ളി എടുത്തേക്കുന്നത്. അത് തൊലി കളഞ്ഞ് മുറിക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ മൊരിഞ്ഞങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതിയാവും. ഈ ഒരു സമയത്ത് ഒരു 5 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2-3 ഇതൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒരിക്കലും കൂടുതൽ ഇടരുത്. അങ്ങനെ ചെയ്താൽ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കോരി മാറ്റാം. അടുത്തതായി ഈ ചമ്മന്തിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 50 ഗ്രാമിൽ താഴെ അളവിൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. സാധാരണ ചമ്മന്തിയൊക്കെ അരക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ചമ്മന്തി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചമ്മന്തി അരക്കുന്നതിന് മുന്നായി പൊട്ടുകടല ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ഇതൊന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ചമ്മന്തി പകർത്തിയിട്ടുണ്ട്. ചമ്മന്തി ഇപ്പോൾ നല്ല തിക്കായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ലൂസായി കിട്ടാൻ വേണ്ടി കുറച്ച് തിളപ്പിച്ചാറിച്ച വെള്ളം ആ ജാറിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതുകൂടി ഒന്ന് ഒഴിക്കാവുന്നതാണ്. ഇനി ഇത് തിളപ്പിക്കാത്ത ഒരു കറിയായതുകൊണ്ടാണ് തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് അരയ്ക്കാനും ആ വെള്ളം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കാനുള്ള താളിപ്പ് റെഡിയാക്കാം. ആ ഉള്ളിയൊക്കെ വഴറ്റിയ ചട്ടിയിൽ തന്നെയാണ് ഞാൻ താളിക്കുന്നത്. അപ്പോൾ കുറച്ച് കടുകിട്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാണ് താളിക്കുന്നത്. വേറെ ഒന്നും ഞാൻ താളിക്കാൻ എടുക്കുന്നില്ല. കറിവേപ്പില ഇവിടെ നിങ്ങൾക്ക് വേണ്ട അത്രയും എടുക്കാം. അരയ്ക്കാൻ മാത്രം കുറഞ്ഞ അളവിലെടുത്താൽ മതി. അപ്പോൾ ഈ താളിപ്പ് ഞാൻ ഈ ചമ്മന്തിയിലോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഇല്ലെങ്കിലും തേങ്ങാ ചമ്മന്തിയുടെ അതേ രുചിയാണിത്. തേങ്ങ കൊണ്ടല്ല ഈ ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കഴിക്കുമ്പോൾ വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അത്രയ്ക്കും തേങ്ങയുടെ ടേസ്റ്റുമായിട്ട് ഇതിന് സാമ്യമുണ്ട്. അപ്പോൾ ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ ഒരു ലൈക്കും കമൻറ്റും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.